നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2024 ജനുവരി 29 തിങ്കളാഴ്ച. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ചന്ദ്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായോ ഭാഗ്യസംബന്ധമായ കാര്യങ്ങളിലോ വലിയ ദോഷമൊന്നും ആചാര്യന്മാർ പറയുന്നില്ല. എന്നാൽ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയോ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സുകൂടിയും ബുദ്ധി കൂടി ആയതുകൊണ്ട് പഠന സംബന്ധമായ കാര്യങ്ങളിൽ ഉദാസീനതയോ വരാമെന്ന് പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 5 തീരെ മോശമല്ലാത്തതിനാലും ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാലും ഇതൊന്നും വളരെ മാരകമായി മാറത്തില്ല. താൽക്കാലികമായ പ്രശ്നങ്ങൾ മാത്രമാണ്. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. മാതാവിന് ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. നീർദോഷ സംബന്ധമായ അസുഖങ്ങൾക്കാണ് പ്രാധാന്യം. അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവർക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് അവരുമായി എന്തെങ്കിലും കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും തന്നെ കാണുന്നില്ല. പുതിയ വാഹനം വാങ്ങുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടക്കുന്നതിനെ സംബന്ധിച്ചോ പുതിയ ഫർണിച്ചർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ പല അഭിപ്രായങ്ങൾ കടന്നു വന്നേക്കാം. തീരുമാനങ്ങളെടുക്കാൻ ചിലപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെന്നും വരാം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അതായത് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ചിങ്ങം രാശിയിലായതുകൊണ്ട് 3-ാമത്തെ ഭാവത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായും ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. മനസ്സിനും സന്തോഷം, അതുപോലെ ശരീരത്തിനും സന്തോഷം, കാര്യങ്ങൾ സാഹസികമായി തന്നെ ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വലത മനസ്സിന് കൈവരുന്നു. അതുകൊണ്ട് കർമ്മ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആലസ്യം ഇവരെ ബാധിച്ചിരുന്നിട്ടെങ്കിൽ തന്നെ അതിനൊരു മാറ്റം വരുന്നതാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം രാശിയുടെ അധിപനായ ചന്ദ്രൻ തന്നെയാണ് 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. 2 ധനസ്ഥാനമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ ദോഷം ഇന്ന് ഈ നക്ഷത്രക്കാരെ ബാധിക്കില്ല. എന്നാൽ സ്വന്തം വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് വാക്ക് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ അയൽപക്കക്കാരുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഗുണകരം തന്നെയാണ്. അധിക ചിലവ് ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഇവർക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. 12-ാം ഭാവാധിപൻ 2-ൽ സഞ്ചരിക്കുമ്പോൾ ധനം വരുന്നു, ധനം പോകുന്നു എന്നൊരു മട്ടാണ്. അതിൽ വലിയ വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അനാമത്തായിട്ട് ചിലവൊന്നും ഉണ്ടാകുന്നില്ല. ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നു എന്നർത്ഥം. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒരു ഉല്ലസിച്ച് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്നത്തെ ദിവസം സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇന്ന് കടന്നു പോകാൻ സാധിക്കുന്നു. മനസ്സിനും ശരീരത്തിനും സന്തോഷം കിട്ടുന്നു. പൊതുവെ ഗുണകരമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം അധിക ചിലവാണ്. 12-ൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും അനാമത്ത് ചിലവാണ്. അധിക ചിലവെന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നു. പിന്നീട് ചിലവാക്കിയതിന് ശേഷം മാത്രമായിരിക്കാം കുറ്റബോധത്തോടെ ഇത് ആലോചിക്കുന്നത്. അപ്പോൾ സമ്പത്ത് നഷ്ടപ്പെട്ടതായിട്ട് തന്നെ കണക്കാക്കണം. ബലപ്പെട്ട മറ്റു വസ്തുക്കളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചില ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഇന്നത്തെ ദിവസം തയ്യാറാവണം. ഇന്നത്തെ ഒരു വഴക്ക് ചിലപ്പോൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയും കാണുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അത് നല്ലത് തന്നെയാണ്. സർവ്വകാര്യങ്ങൾക്കും അനുഗ്രഹമാണ് ഇന്നത്തെ ദിവസം. തൊടുന്നതൊക്കെ ഇന്നിവർക്ക് ഗുണകരമായിട്ട് വേണം വരാൻ. സങ്കല്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് അതേ രീതിയിൽ അവർക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് സാമ്പത്തിക നേട്ടം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ഇന്നത്തെ ദിവസം അഭിമാനാർഹമായ പല നേട്ടങ്ങളും ഇവർക്ക് കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമായിരിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു. ഡിസയർ ഈസ് ഫുൾഫിൽഡ് എന്നാണ് 11th ഹൗസിൽ ശുഭഗ്രഹം നിൽക്കുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമാണ്.
വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ. ഒൻപതാം ഭാവാധികൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനം ഉണ്ടെന്ന് വേണം സങ്കല്പിക്കാൻ, പ്രത്യേകിച്ചും തൊഴിലിടത്തിൽ. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി നല്ല ബുദ്ധിശക്തിയോടുകൂടി ക്രിയാത്മകമായി ഇന്നിവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് അതിൽ വിജയമുണ്ടാകുന്നു, പ്രവർത്തന വിജയമുണ്ടാകുന്നു, സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. 10-11 തൊട്ട് പുറകിലായതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ സാമ്പത്തികമായ ഉന്നമനം കാണുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നടക്കണം, വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. പൊതുവെ ഗുണകരം തന്നെയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗങ്ങളടങ്ങുന്ന നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നവർക്ക് ഇന്ന് 9ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പിതാവുമായി ബന്ധപ്പെട്ട ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം അനുഭവിക്കാനോ ഇടവരും. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ മറ്റു ചില ഭാവങ്ങളിൽ, അതായത് പ്രധാനമായും ഇവരുമായി ഇടപഴകുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ പിതാവിൻ്റെ ഭാഗത്തുനിന്നോ ഇവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാർക്കോ ഇവരുടെ സന്താനങ്ങൾക്കോ ഇവരുടെ പേരക്കുട്ടികൾക്കോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പിതാവിന് കണ്ണുമായി ബന്ധപ്പെട്ടോ ഞരമ്പ് സംബന്ധമായോ അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അഷ്ടമഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് പല കാര്യങ്ങളിലും തടസ്സമാണ്. എന്നാൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ അപ്രതീക്ഷിതമായ ധനം നൽകുമെന്നാണ് പറയാറുള്ളത്. വർത്തക പ്രമാണിമാർക്ക് ധനം കിട്ടുന്നത് 8-ൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴാണെന്ന് ചൊല്ലുണ്ട്. സ്വാഭാവികമായും ഇവർക്ക് ഇന്ന് അപ്രതീക്ഷിതമായ ധനം കൈവരാം. എന്നാൽ മറ്റു കാര്യങ്ങളിൽ തടസ്സം കാണുന്നുണ്ട്. പണം മാത്രമല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം.